ഞാനും ഏട്ടനും കൂടി ഇതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ഏട്ടന് ലീവാണ് കേട്ടോ. ഏട്ടൻ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ ചേർന്ന കാര്യമൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസിലൂടെയൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഏട്ടന് 2-3 ദിവസം പണി ലീവാക്കിയിട്ടൊക്കെ ക്ലാസ്സിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ ലീവായതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോണത്. അപ്പം ഇന്ന് എങ്ങടാ പോകണമെന്നല്ലേ, നമ്മുടെ ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. ആൾക്കൊരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാനാണ്. അപ്പം നമ്മൾ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് അവിടെ പോയി എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോവുകയാണ്. അങ്ങനെ ഷൊർണൂർ എത്തിയപ്പോൾ പിന്നെ നേരെ പപ്പട വണ്ടിയിൽ കയറിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതേ പോണ വഴിക്ക് ചെറിയൊരു ട്രാഫിക് ജാം. അപ്പോൾ അവിടെ ഇറങ്ങി അവരൊക്കെ അതിൽ ഇടപെട്ടു. ലോറിയിൽ അവർ തടിയൊക്കെ കയറ്റിയായിരുന്നു കേട്ടോ ചേട്ടന്മാരെ. അങ്ങനെ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് പപ്പയും ഏട്ടനൊക്കെ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കൂടെ വന്ന ഒരുപാട് പേര് അവരെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ നമ്മുടെ സ്കൂളിലെത്തിയിട്ട് അപ്പോൾ അതേ ശ്രീകുട്ടൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീകുട്ടനെ കാണാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീകുട്ടൻ. ആൾ ഭയങ്കര ഷൈ ആണ്, വീഡിയോയിലൊന്നും അങ്ങനെ വരില്ല കേട്ടോ. അതാണ് അവനെ അങ്ങനെ അധികം ഇതിൽ കാണാത്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ ഒരു കടയിൽ കയറിയിട്ട് സോഡാ സർവത്തൊക്കെ കുടിച്ചു കേട്ടോ. നല്ല വെയിലല്ലേ. അങ്ങനെ അതേ അച്ചു ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അവന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഊണ് കഴിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ അവിടെ നിന്ന് സോഡാ സർവത്തും ഒക്കെ കുടിച്ച് പിന്നെ നേരെ വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോൾ ഏട്ടനും പപ്പയും ശ്രീകുട്ടനൊക്കെ ഊണ് കഴിച്ചു. സോഡാ സർവത്ത് കഴിച്ചോണ്ട് തന്നെ എൻ്റെ വിശപ്പ് പോയി കേട്ടോ. അപ്പോൾ പിന്നെ അപ്പു ബ്രെഡും ജാമും കഴിക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം അത് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനും അവൻ്റെ കൂട്ടത്തിൽ ബ്രെഡും ജാമും കഴിച്ചു കേട്ടോ. ഏട്ടൻ ഇപ്പം എന്താ നിലത്തിരുന്ന് കഴിക്കണമെന്ന് ആരും ആലോചിക്കേണ്ട. ഏട്ടന് നിലത്തിരുന്നിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണതേ. അങ്ങനെ ഞാനും ബ്രെഡും ജാമും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏതോ ഒരു പഴയ സിനിമ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മുകേഷ് ഏട്ടനും സിദ്ദിഖൊക്കെ ആയിട്ടുള്ള ഒരു പഴയ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് അവർ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ കൂട്ടത്തിൽ കുറച്ച് നേരം ഞാനും കണ്ടു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മുടെ ശ്രീകുട്ടന് ടാറ്റയും കൊടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.